hello friends, welcome to a new video of Strands of Happiness. അപ്പോൾ ഇന്നൊരു പേപ്പർ ക്രാഫ്റ്റിംഗ് വർക്ക് ഡു ഇറ്റ് യുവർ സെൽഫ് പേപ്പർ ക്രാഫ്റ്റിൻ്റെ വർക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. DIY പേപ്പർ ക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ നമുക്കുള്ള വീട്ടിലുള്ള A4 സൈസ് പേപ്പർ നിങ്ങൾ ആദ്യം കണ്ട പോലെ, അല്ലെങ്കിൽ ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള പേപ്പറുണ്ട്. A4 സൈസിൽ തന്നെയുള്ള കളർഫുൾ ആയിട്ടുള്ള പേപ്പറുകളുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമുക്ക് കടയിലൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ പൊതിയാൻ വേണ്ടി കിട്ടുന്ന ടൈപ്പ് ഡെക്കറേറ്റീവ് പേപ്പറുണ്ട്. ഇതുപോലത്തെ ഗ്ലേസിങ് ഗ്ലിറ്ററി ആയിട്ടുള്ള പേപ്പറുകൾ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള അഫോർഡബിൾ പ്രൈസിൽ മേടിക്കാൻ പറ്റുന്ന ചാർട്ട് പേപ്പറുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ അഫോർഡബിൾ പ്രൈസാണ്. പല കളറിലുള്ള ചാർട്ട് പേപ്പറുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ മെറ്റീരിയലും വേണ്ട, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പേപ്പർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്ന് DIY പേപ്പർ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പേപ്പർ റിബൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമുക്ക് മതി. A4 കളർഫുൾ ടൈപ്പ് A4 പേപ്പറോ, അല്ലെങ്കിൽ ഗ്ലിറ്ററി പേപ്പറോ, അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് പേപ്പറോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വർക്കിന് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാർട്ട് പേപ്പർ ആയിരിക്കും. അപ്പോൾ ആ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് നമ്മുടെ പേപ്പർ റിബൺ പേപ്പർ ക്രാഫ്റ്റ് ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ മഞ്ഞ ചാർട്ട് പേപ്പറാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോനകത്ത് ഭയങ്കര സ്ലോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് എല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇതുപോലത്തെ അഫോർഡബിൾ പ്രൈസിലുള്ള ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയും അടിപൊളി പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കിതൊരു എല്ലാവർക്കും ഒരു ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ചാർട്ട് പേപ്പർ ആദ്യം ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ചാർട്ട് പേപ്പർ A4 സൈസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇത് A4 സൈസിലുള്ള പേപ്പർ എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ മടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്കൊരു ഡയഗണൽ പോലത്തെ അവിടെ ഒരു വെട്ട് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഈ തള്ളി നിൽക്കുന്ന ആ ട്രയാങ്കിൾ അല്ലാതെ റെക്റ്റാങ്കിളായിട്ട് തള്ളി നിൽക്കുന്ന ആ പീസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് റെക്റ്റാങ്കിളായിട്ട് തന്നെ മടക്കി പുറകോട്ട് മടക്കാം. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ലാത്ത പീസാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിതുപോലെ പുറകോട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ലൈനിങ്ങിൽ തന്നെ കറക്റ്റ് മെഷർമെൻറ്റ് വരാനാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ മടക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു വെട്ട് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിസേഴ്സോ സ്കെയിൽസോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ സിസറാണ് യൂസ് ചെയ്യണത്, കറക്റ്റ് ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടമ്മമാർക്കും പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല പരിപാടിയാണ്. അതിപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ രസകരമാണ്. നമുക്കൊരു സമയം പോകുന്ന അറിയത്തില്ല. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് എന്നെയും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്നാൽ പിന്നെ ആദ്യം തന്നെ സ്ക്വയറായിട്ട് എടുത്താൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് പല മെറ്റീരിയൽ വെച്ച് ചെയ്യാം. ഈവൻ A4 സൈസ് പേപ്പർ വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ ഉള്ള കുറച്ചും കൂടി ലൈൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കുവാണ് കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് സൈസ് എല്ലാ പേപ്പറും വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ A4 സൈസിന് സ്ക്വയർ അല്ലോ, അതിനൊരു പ്രത്യേക ഡയമെൻഷനുള്ളൂ, റെക്റ്റാങ്കിളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചാർട്ട് പേപ്പർ ഞാൻ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തത്. അപ്പോൾ നമ്മൾ സ്ക്വയറിലേക്കാണ് ഏത് പേപ്പർ എടുത്താലും നമ്മൾ വരുന്നത്, സ്ക്വയർ ഡയമെൻഷനിലേക്കാണ് വരേണ്ടത്. ഇപ്പോൾ നമുക്കൊരു ഡയഗണൽ ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ ഒരു ഡയഗണൽ വന്നിട്ടുണ്ട്. ഇനി ഒരു ഡയഗണൽ കൊണ്ട് നേരെ ഇപ്പുറത്തേക്ക് വരണം. അപ്പോൾ അതിനെന്താ, നമ്മുടെ പേപ്പർ നേരെ ആ ഡയഗണൽ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുമ്പോഴാണ് ആദ്യത്തെ ഡയഗണൽ കിട്ടിയത്. അപ്പോൾ നേരെ തിരിച്ച് ഇങ്ങനെ മടക്കുക. ഓക്കെ, അപ്പോൾ മടക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ഡയഗണൽ കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്വയറിന് 2 ഡയഗണൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഡയഗണൽ പോലെ നമ്മുടെ ഈ പേപ്പർ മടക്കി ഇതുപോലെ ആക്കുക. പ്രോപ്പറായിട്ട് കറക്റ്റ് ആ എഡ്ജിൽ തന്നെ വരണം കേട്ടോ. 2 സൈഡും നല്ല പ്രോപ്പറായിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് വൃത്തിക്ക് അവസാനത്തെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ആ വൃത്തിയിൽ നമുക്ക് എന്നുവെച്ചാൽ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇപ്പോൾ ഇത് കറക്റ്റ് സ്ക്വയറിനകത്ത് 2 ഡയഗണൽ വരച്ചതുപോലെ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയഗണലിലൂടെ നമുക്ക് ഈക്വൽ പോയിൻറ്റുകൾ എടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോൾ സിസേഴ്സ് എടുത്തിട്ടുണ്ട്. സിസർ എടുത്തിട്ട് ഇവിടെ 1 2 3 4 പോയിൻറ്റ് ഈക്വലായിട്ട്. ഓക്കെ, 4 പോയിൻ്റ് ഒരു ഏകദേശം വെച്ചെടുത്താൽ മതി. അപ്പോൾ ആ പോയിൻ്റ് വരെയാണ് നമുക്ക് കട്ട് ചെയ്ത് നിർത്തേണ്ടത്. അത് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ഡയഗണലിൻ്റെ ഈ ഒരു അറ്റത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഏതാണോ നമ്മൾ ആദ്യം എടുത്ത പോയിൻ്റ്, ആ പോയിൻറ്റിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് നിർത്തുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഡയഗണലിൻ്റെ ആ ഒരു ലൈനിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങുക. അതുപോലെ 4 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് ഒരു കോമൺ പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്തോളാം. ആദ്യമേ ഞാൻ കാണിച്ച പോലെ അവിടം വരെ ഒരു ഏകദേശം വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ഒരു ഏകദേശം കിട്ടിയാൽ മതി.
ഓക്കെ, അതുപോലെ നമ്മൾ 4 സൈഡിൻ്റെ ഇതുപോലെ സൂക്ഷ്മമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. ഓക്കെ, ഇനി ഫൈനലായിട്ടുള്ള ഈ ഒരു സെക്ഷനാണ് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് അത്ര ആക്യുറേറ്റ് ആണെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഓക്കെ, നമ്മുടെ കട്ടിങ് പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ. ഓക്കെ, ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും 2 സെക്ഷൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള സെക്ഷൻസ് ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഇത്, അപ്പോൾ ഏതെങ്കിലും 2 എടുത്തിട്ട് ഞാൻ ഇത് കാണിക്കുന്ന പോലെ മടക്കുക കേട്ടോ. ഞാൻ ഈ 2 എടുക്കണേ. എന്നിട്ട് ഇതുപോലെ മടക്കുക. ഓക്കെ, ഇത് മടക്കി ഇതുപോലെ എങ്ങനെ എടുക്കുക, ഈക്വൽ ആയിട്ട് ആ 2 സൈഡ് ഈക്വലായിട്ട് തന്നെ. അപ്പോൾ അതുപോലെ അതുപോലെ ഈക്വലായിട്ട് മടക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ആർക്ക് രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ആ ഒരു ഭാഗം അവിടെ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടല്ല, അതൊരു ആർക്ക് രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ അത് റിബണ് എന്ന് വെച്ചാൽ റിബണിൻ്റെ സൈഡ് നമുക്ക് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. ഒരു ചെറിയൊരു ഫ്ലഫി ഫീലായിട്ടുള്ള ഒരു ചെറിയ കാർവി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഒരു ആർക്കിൻ്റെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനും അതൊരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു. എക്സാക്റ്റായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, നമുക്കൊരു ചെറിയൊരു വിടവ് പോലെ നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഇവിടെയുള്ള വേസ്റ്റ് തള്ളി നിൽക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ലൈൻ ചെയ്തു. ഓക്കെ, ഇനിയുള്ള നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു ചെറിയൊരു കർവി സർഫസ് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത 2 ഷീറ്റിൻ്റെ അവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അപ്പുറമുള്ളത്. ഓക്കെ, കർവി ആയിട്ട് 2 സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാത്ത 2 ഉണ്ടല്ലോ, ഇതീ കാണാൻ 1, 2 ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിട്ട് ഇത് ഞാൻ കട്ട് ചെയ്യുന്ന രീതിയിൽ നേരെ ഒന്ന് കട്ട് ചെയ്ത് വിടുക. നേരെ കട്ട് ചെയ്യുക, ഇവിടെ നിന്ന് നേരെ സൈസ് എടുത്ത്, എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്യുന്ന രീതിയിൽ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കട്ട് ചെയ്തിട്ട് അത് വേസ്റ്റ് പീസാണ്, നമുക്കത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഓക്കെ, അത് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത സെക്ഷനും ഇതുപോലെ തന്നെ ചെയ്യുക. കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഈ റിബണിൻ്റെ താഴേക്ക് ഇങ്ങനെ വള്ളി പോലെ നീണ്ട് കിടക്കില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു 2 സെക്ഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്ഷനകത്ത് നമ്മൾ ചെയ്തതിൻ്റെ വേറൊരു രീതിയിൽ കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ സെക്ഷൻ പോലെ ആക്കിയല്ലേ എടുത്തത്, അതുപോലെ തന്നെ ഇവിടെ നേരെ കൊണ്ടുവന്നിട്ട് വീണ്ടും ട്രയാങ്കിൾ വേറെ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ കാണിച്ചുതരാം. ഇതുപോലെ നേരെ കട്ട് ചെയ്യുക, എന്നിട്ട് ഈ ഭാഗത്തു നിന്നുള്ള ട്രയാങ്കിൾ പീസ് മാറ്റുക. അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് നമ്മൾ നേരെ കട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഒരു ജസ്റ്റ് നമുക്കൊരു സ്ട്രിപ്പായിരിക്കും അവസാനത്തെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്, ഇതുപോലത്തെ നീളത്തിലുള്ള സ്ട്രിപ്പ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇത് ലോക്ക് പോലെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്, ഈ റിബനെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട്. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു ഷേപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ചിറകും 2 കൊമ്പും ഒരു വാലുള്ള രീതിയിലുള്ള ഷേപ്പിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് നെക്സ്റ്റ് പറയാം. നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. ഇനി വേണ്ടത് ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടും. മറ്റേ ഫെവിക്കോളാണെങ്കിൽ കുറച്ച് നേരം എടുക്കും ഒട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണാണ്, വർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മേടിച്ചാണ്. ഇതിന് വലിയ വിലയില്ല, അഫോർഡബിൾ പ്രൈസിൽ മേടിക്കാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉണ്ട്. ഇനി ഇത് ഈ കാണുന്ന ഈ ചിറക് പോലത്തെ 2 സെക്ഷൻ കണ്ടില്ലേ, അതിനകത്ത് ഈ പറയുന്ന ഞാൻ കാണിച്ചത് ഈ കാണുന്ന ചിറക് പോലത്തെ 2 സെക്ഷനകത്ത് ഓരോന്നായിട്ട് കണ്ടില്ലേ ഇതുപോലെ എടുത്ത് മടക്കി വെക്കണം. ഇപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലായത് ഇപ്പോൾ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒട്ടിക്കാൻ നേരത്ത് കാണിക്കാം, അതും ചൂടാവട്ടെ. ആ 2 സൈഡിലെ ചിറക് പോലെ ഇരിക്കുന്നിടത്ത് അവിടെ നിന്ന് ഇവിടുന്ന് എടുത്ത് നമ്മൾ ക്ലിപ്പ് ചെയ്ത് സെൻറ്ററിലേക്ക് നമ്മൾ ഒട്ടിച്ച് വെക്കണം. അതാണ് നമ്മുടെ പ്രോസസ്സ്. അത് കാണിച്ചു തരാം ഞാൻ ഇത് ചൂടാവുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ആ ചിറകിൻ്റെ ഒരറ്റത്ത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് നേരെ നമ്മളെടുത്തിട്ട് ഇതുപോലെ മടക്കി ആ സെൻറ്ററിലേക്ക് ഒട്ടിക്കുക. ഇത് ഒറ്റ ഞെക്കി തന്നെ ഒട്ടു കേട്ടോ, കാരണം ഗ്ലൂ ഗണ്ണാണ്. അതിൻ്റെ ഗ്ലൂ അത്രയും സ്ട്രോങ് ആണ്, പെട്ടെന്ന് ഒട്ടുന്നതാണ്. പേപ്പർ ക്രാഫ്റ്റിനൊക്കെ ഏറ്റവും എളുപ്പം അതാണ്. ഫെവിക്കോളാണെങ്കിൽ കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കും അത് തന്നെയായിരിക്കും എളുപ്പം ഉപയോഗിക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് എൻഡിലും ഇതുപോലെ ചിറക് പോലെ തന്നെ നെക്സ്റ്റ് എൻഡിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി അത് അപ്ലൈ ചെയ്തിട്ട് നേരെ തിരിച്ച് നേരെ സെൻറ്ററിലേക്ക് മടക്കി അങ്ങ് വയ്ക്കുക. ഓക്കെ, മടക്കി അങ്ങ് വയ്ക്കുക. ഇപ്പോൾ അങ്ങനെ മടക്കി വയ്ക്കുമ്പോഴാണ് നമ്മൾ ആർക്ക് പോലെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, ആ വിടവിൽ 2 കൂടെ മടക്കി വയ്ക്കുമ്പോൾ അറ്റം കണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ ആർക്ക് പോലെ കട്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് നമ്മൾ എടുക്കുവാണ്. ഗ്ലൂ ഗണ്ണെടുത്തിട്ട് അടുത്ത ചിറകിൻ്റെ ഒരറ്റത്ത് നമ്മളിങ്ങനെ കൊടുക്കുക, എന്നിട്ട് നേരെ തിരിച്ച് ഒട്ടിക്കുക നടുക്കേക്ക്.
ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുന്ന ഇതുണ്ട്, ഗ്ലൂ ഇങ്ങനെ ഒട്ടിയിട്ട് വലിഞ്ഞ് റബ്ബർ ബാൻഡ് പോലെ അവിടെ ഇവിടെയൊക്കെ വരും. അതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ മാത്രമേ ഉള്ളൂ ഈ ഗ്ലൂ ഗണ്ണിന്. പിന്നെ അടിയിലൊരു പേപ്പർ വയ്ക്കുക, അല്ലെങ്കിൽ ഗ്ലൂ കണ്ടിന്യൂസ് ചൂട് കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് ചിറകിൻ്റെ അടുത്ത അറ്റത്ത് നമ്മളിതുപോലെ ഗ്ലൂ ജസ്റ്റ് ഒരു ഒറ്റ ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് ജസ്റ്റ് കൊടുത്താൽ മതി. എന്നിട്ട് നേരെ പിടിച്ച് നടുക്കേക്ക് അങ്ങ് ഒട്ടിക്കുക. ഓക്കെ, അത് ഞെങ്ങുമ്പോഴത്തേക്കും ഞെങ്ങി അങ്ങ് പരന്ന് വരും, അങ്ങനെ ബൾജ് ചെയ്ത പോലെ ഒന്നും ഇരിക്കില്ല. ഇത് നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയാം, ഗ്ലൂവിൻ്റെ അത് ഒട്ടിച്ച് കഴിയുമ്പോഴേ ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിഞ്ഞ് ചില സ്ഥലങ്ങളിൽ വരും. അതാണ് ചെറിയൊരു പോരായ്മ ഗ്ലൂ ഗണ്ണിൻ്റെ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ കണ്ടില്ലേ ഇത് ഇതേ രീതിയിൽ വരും, കണ്ട. അപ്പോൾ ആ സൈഡ് കണ്ടില്ലേ, ആ കർവി സൈഡ് ഒട്ടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ കൊമ്പ് പോലെ ഇരിക്കുന്ന ഈ രണ്ട് സാധനത്തിനെ നമ്മൾ തിരിച്ച്, നമ്മൾ ഇപ്പുറത്തെ സൈഡല്ല ഇപ്പുറത്തേക്ക് നമ്മളിങ്ങനെ മടക്കണം. ഈ കൊമ്പ് പോലെ ഇരിക്കുന്ന രണ്ട് സാധനത്തെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളിങ്ങനെ മടക്കി ഒരു അലൈൻമെൻറ്റിൽ, ഒരു വി ഷേപ്പ് അലൈൻമെൻറ്റിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ വി ഷേപ്പ് മടക്കി വെച്ചിരിക്കുന്നിടത്ത് നമുക്ക് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ്. ജസ്റ്റ് ഒരു സ്പോട്ട് കൊടുത്താൽ മതി, അത് കാരണം ഗ്ലൂ അപ്ലൈ ചെയ്യണം, അത് നമുക്ക് പെർമനൻ്റായിട്ട് ഫിക്സ് ആയി ഇരിക്കേണ്ട ഒരു പാർട്ടാണ് അതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഗ്ലൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ രണ്ടിടത്തും ചെയ്യണം. അപ്പോൾ ഒരിടത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ ഗ്ലൂ ചെയ്യാൻ പോകണം, ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഈ ഗ്ലൂവിൻ്റെ ഒരു പോരായ്മ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്ലൂവിൻ്റെ ഇങ്ങനെ സ്ട്രിങ്സ് പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, വലിഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ. അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അത് രണ്ടും അവിടെ പെർമനൻ്റായിട്ട് ഒട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെയിൽ ഉണ്ടല്ലോ, ടെയിൽ പോലെ നീണ്ടിരിക്കുന്ന സാധനം നമ്മൾ കട്ട് ചെയ്തൊരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനി ഇതുപോലെ ചുറ്റി എടുക്കണം. അത് ഏത് വശത്തേക്കാണോ അതിങ്ങനെ ഇതുപോലെ ചുറ്റി, നമ്മുടെ റിബണിൻ്റെ ആ ഡെക്കറേഷൻ ഇങ്ങനെ കട്ടുള്ള സാധനം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റി വരണം. ഓക്കെ, ആ ചുറ്റി കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിൽക്കും. അത് കാരണം അവിടെ കറക്റ്റായിട്ട് വന്ന് നമുക്ക് വേറെ റിമൈനിങ് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ പീസാക്കി തന്നെ നമ്മൾ ഈ നമ്മൾ പേപ്പറിൻ്റെ ഡയമെൻഷൻ സ്ക്വയർ ആക്കി തന്നെ എടുക്കുന്നത്, ഇതുപോലെ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഫിക്സഡ് ആയിട്ട് അവിടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ അതൊരു നോട്ട് പോലെ, ഓക്കെ, ഒരു കെട്ട് പോലെ കുടുക്ക് പോലെ അവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം റിബണിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റിബണിൻ്റെ വർക്ക് നമ്മൾ ഏകദേശം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിബണിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മുടെ പ്രസൻറ്റ്, നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാൻ വെച്ചിരുന്ന അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരാണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കാൻ ഒരു പ്രസൻറ്റാണിത്. ഞാൻ ജസ്റ്റ് പ്രസൻറ്റ് ഇത് എടുത്തിട്ടുണ്ട്, ഡെക്കറേറ്റീവ് പേപ്പർ വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ഒരു ഇതുപോലത്തെ ഒരു ഗ്ലേസിങ് ഒരു ഗോൾഡൻ പേപ്പറുണ്ട്, ഡെക്കറേറ്റീവ് പേപ്പർ, അത് വെച്ചിട്ട് ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്ട്രിപ്പ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഈ സ്ട്രിപ്പ് ജസ്റ്റ് ഒന്ന് ചുറ്റി കട്ട് ചെയ്തെന്ന് കെട്ടിക്കൊടുക്കുമെന്ന്, കട്ട് ചെയ്ത് വെച്ച് ഈ സ്ട്രിപ്പ് ജസ്റ്റ് ഒന്ന് ആ ബോക്സിന് ചുറ്റും കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതൊരു ഭംഗിയുണ്ടാവും അത് കാണാനായിട്ട് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യാം, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട്, എന്നിട്ട് ഇതിൻ്റെ പൊക്കത്താണ് നമ്മൾ ഇത് വെക്കുന്നത്. ഓക്കെ, റിബൺ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒട്ടിച്ചിട്ടുണ്ട്, ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൊക്കത്ത് കറക്റ്റ് സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ നമ്മുടെ റിബൺ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ റിബൺ പ്ലേസ് ചെയ്യുമ്പോൾ ഇതുപോലെ വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇനി ഗ്ലൂ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂ നമ്മളിവിടെ നിന്ന് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഡോട്ട് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ഇതുണ്ട്, ഇത്ര ഉള്ളൊരു ഡോട്ട്, ആ ഒരു ഡോട്ട് മതി. അപ്പോൾ അത് വെച്ചിട്ട് നേരെ കറക്റ്റ് സെൻറ്റർ പൊസിഷൻ നോക്കി നമ്മുടെ റിബൺ ഇവിടെ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നമുക്ക് ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ഒരു വർക്ക്, പേപ്പർ ക്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വർക്ക്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടേതായ ഒരു കാശ് കൊടുത്ത് നമുക്കിതെല്ലാം മേടിക്കാൻ പറ്റും. പക്ഷേ നമ്മുടേതായ ഒരു കഴിവോ അല്ലെങ്കിൽ നമുക്കൊരു ആർട്ടിസ്റ്റിക് ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കൊരു നമ്മുടെ ഒരു രീതിയിലൊരു സംഭവം ചെയ്യുന്നതിൽ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, പ്രത്യേകിച്ച് കുട്ടികൾ ഇതുപോലത്തുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വണ്ടർഫുൾ വീഡിയോ ഫ്രം ദി സ്ട്രാൻഡ്സ് ഓഫ് ഹാപ്പിനെസ്.
and signing off from Strands of Happiness. Thank you so much.